Hi, welcome to Srra Qualifiers match 1. മിരാമറാണ് മാപ്പ് എന്നിട്ട് മാപ്പ് മിരാമറാകുമ്പോഴത്തേക്കും എത്ര പേര് ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് 84 പേര് ജോയിൻ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്ത സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. 83 പേര് ജോയിൻ ചെയ്തു. സോ 83 പേര് ജോയിൻ ചെയ്തിട്ട് എന്തായാലും നമുക്ക് മാച്ച് നോക്കി നോക്കാം. അതായത് സ്ലോട്ടൊക്കെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കാം. സ്ലോട്ട് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് കളി എടുക്കാം. എന്താണ് എവിടെയാണ് കളി നടക്കുക നോക്കാം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങളുടെ ടീമിൻ്റെ ലിസ്റ്റ്. നിങ്ങളുടെ ടീമിൻ്റെ സ്ലോട്ട് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കുക. സ്ലോട്ട് നോക്കിയിട്ട് സ്ലോട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റും. സോ എന്തായാലും 84 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. 24 ടീം 84 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 84 പേര് ജോയിൻ ചെയ്യുമ്പോൾ എവിടെയാണ് ഫസ്റ്റ് ഫൈറ്റ് നടക്കുക നോക്കാം. ഫ്ലൈറ്റ് റൂട്ട് വരുന്നത് ക്യാമ്പ് മിലീഷ്യ മുതൽ അങ്ങ് പ്രസിഡന്റ് സൈഡ് വരെ കിടക്കുന്ന ഫ്ലൈറ്റ് റൂട്ടാണ്. ആർക്കാർക്ക് എവിടെ ഇറങ്ങും എന്നുള്ളത് നോക്കിയതെന്നറിയാം. കണ്ടു നോക്കാം എവിടേക്കാണ് ഇറങ്ങുക നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കാം എവിടെയാണ് ഫൈറ്റ് നടക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയട്ടെ. അപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക? ഫസ്റ്റ് ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക? നോക്കാം. ഫസ്റ്റ് ഫൈറ്റ് എവിടെയായിരിക്കും നടക്കൂ? ഫസ്റ്റ് ഫൈറ്റ് എവിടെ നടക്കുന്നത് എവിടെയാണെന്ന് നോക്കുന്നുണ്ടെന്ന് അറിയണം. കണ്ട് തന്നെ അറിയണം. ഫസ്റ്റ് ഒരുപാട് പേര് എങ്ങോട്ടാണ് പോകുന്നത്? മാച്ച് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നുണ്ട്, സാൻഡ് പോകുന്നുണ്ട്, പോക്കറ്റിലോട്ട് പോകുന്നുണ്ട്. സാൻഡ് മാർട്ടിൽ ആൾക്കാർ പോകുന്ന കുറവാണ്. ലോസ്റ്റ് യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട് ആൾക്കാർ. എല്ലാവരും മാറി ഇറങ്ങിയാണ്. 84 ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കയറി ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഫൈറ്റ് ഇറങ്ങും. ചുമാക്കറിൽ ഒരുപാട് ടീം ഇറങ്ങുന്നെന്ന് തോന്നുന്നു. അതല്ല ഇനി എൽപോസോയിലൊക്കെ ആരെങ്കിലും പോകുമെന്ന് അറിയില്ല. എന്തായാലും ഫൈറ്റ് നടക്കുന്നിടത്ത് നമുക്ക് പോയി നോക്കാം. ഫൈറ്റ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഫൈറ്റ് തീരുമാനമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതാണ് നമുക്ക് തീരുമാനം. ഫൈറ്റ് എവിടെയാണ് തീരുമാനമാവുന്നത്, ഫൈറ്റ് എവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. എന്തായാലും ചാനൽ ആദ്യമായിട്ട് വരുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫൈറ്റ് ചുമാക്കരിലൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. ഇത് കൂട്ടത്തല്ലിടക്കുള്ള സ്ഥലം ഇവിടെയാണ് നടക്കാൻ സാധ്യതയുള്ളത്. ബാക്കി എല്ലായിടത്തും ആൾക്കാർക്ക് മാറി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫൈറ്റ് നടന്നേക്കാം. ഇവിടുത്തെ ഫൈറ്റോട്ട് പോയി കാര്യം 22-26 ഒരുമിച്ചാണ് നിൽക്കുന്നത്. വെലമെലോൺ ഒറ്റയ്ക്കാണ്. ബാക്കി GS ടീമുണ്ട്. പിന്നെ അതുപോലെ തന്നെ RDSG ടീമുണ്ട്, BDK ടീമുണ്ട്, BL ബ്ലാക്ക് ലിസ്റ്റ് ടീമുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. GS ടീമും അതുപോലെ തന്നെ ടീം RDC ടീമും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു ഫൈറ്റ് നടക്കാൻ ബ്ലാക്ക് ലിസ്റ്റ് ടീമുണ്ട്. ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഫൈറ്റ് ഉടനെ തന്നെ നടക്കും. ഫൈറ്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാണിക്കാം. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ബ്ലാക്ക് ലിസ്റ്റേഴ്സിൻ്റെ കിങ്സ്മാനും അതുപോലെ ബ്ലാക്ക് ടോക്സിക്കോപ്പിയും സ്നൈപ്പറും എക്സ്കലും ബ്ലാക്ക് ലിസ്റ്റേഴ്സ് കള്ളും ഒക്കെ നിൽപ്പുണ്ട്. നോക്കാം. ബാക്കി അപ്പുറത്ത് ഓപ്പോസിറ്റ് GSൻ്റെ ആറ്റം, ക്രാറ്റോസ്, അസുര ആൻഡ് കിൽ മോങ്ങർ നിൽക്കുന്നു. അപ്പുറത്ത് നേരെ നോക്കി വെക്കാൻ സ്ട്രീം സ്ട്രീം കേസ് പറയുന്ന പാണ്ട് ചെയ്തിട്ടുണ്ട്. വേനമെലോൺ ബ്രോ അങ്ങോട്ട് പ്രതിക്കാണ്. RDC IGL നാർക്കോ വൈറ്റി ഡ്രില്ലർ ആൻഡ് ഈവിൾ ഇവിടെ നിൽപ്പുണ്ട്. സോ നോക്കാം എവിടെയായിട്ട് നടക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഫൈറ്റ് എവിടെ നടക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എന്തായാലും ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ പണ്ട് അവിടെ കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കാം എവിടെ ഫൈറ്റ് എവിടെ നടക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. വേറെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വേറെ ഫൈറ്റ് നടക്കാൻ ഫിയസ് ടീമിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു ഫൈറ്റ് നടന്നേക്കാൻ ചാൻസ് ഉണ്ട്. ഫിയസ് ടീമിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. മോണ്ടനൂവിന് നിന്ന് നമുക്ക് നേരെ പോകാം. ഈ സ്ഥലത്തില്ല, ഇതേ സ്ഥലം ചുമാക്കാരിലോട്ട് പോയി നോക്കാം. ചുമാക്കാരിൽ ഫിയസിൻ്റെ ഡ്യൂക്കറോപ്പ് ഇവിടെ നിൽപ്പുണ്ട്. ഡ്യൂക്കറോപ്പ് ഓഫ്ലൈൻ നിൽക്കുകയാണല്ലോ. ഡ്യൂക്കറോപ്പ് ഓഫ്ലൈൻ നിൽക്കില്ല. ഡ്യൂക്കറിൻ്റെ ഫിയസിൻ്റെ ലോലൻ നിൽപ്പുണ്ട്. ഫിയസിൻ്റെ ലോലനും ഡ്യൂക്കറോപ്പ് നിൽക്കുന്നു. ഒരു പ്ലെയർ കൂടെ ഒക്കെ കിടപ്പുണ്ട്. ഒരു പ്ലെയർ കാണാനില്ല. ഒരു പ്ലെയർ കൂടെ ഉണ്ട്. ഒരു പ്ലെയർ ഫ്യൂരി കുറച്ച് ദൂരെയാണ്. പക്ഷേ ലോലൻ കയറിപ്പോൾ ലോലൻ്റെ തൊട്ടടുത്ത് ഓരോ എയറോ ടീമുണ്ട്. എയറോൻ്റെ 4 പേരോടുണ്ട്. എയറോയുടെ 4 പേരോടെ സെറ്റായി നിൽപ്പുണ്ട്. അവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നോക്കാം ഫൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം. നോക്കാം ഫൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. എയറോ ടീമിൻ്റെ 4 പേരുണ്ട്. 4 പേര് അവിടെ തന്നെ നിൽപ്പുണ്ട്. SQD, എയറോ സ്പോർട്ട്, എയറോ സ്പെക്ട്ര, എയറോ ഡൈനാമിക്, അത് വിധാനത്താണ് സ്മോക്കർ. 4 പേരുണ്ട്. കുഴപ്പമില്ല, 4 പേരുണ്ട്. സീനൊന്നും തന്നെ ഇല്ല. മിരാമറായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫൈറ്റ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പയ്യെ ഫൈറ്റ് വരുള്ളൂ. നോക്കാം ഫൈറ്റ് എവിടെയെങ്കിലും വരുമോ കാണിക്കാം. ഫസ്റ്റ് എന്തായാലും ഷുമാക്കരയിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. മോൺനോവിലാണ് ഞാൻ നേരത്തെ കാണിച്ച ടീമെല്ലാം നിന്നത്. മോൺനോവിൽ നിന്ന് ചില പാടിയ D2R എന്ന് പറയുന്നത്. D2Rൻ്റെ സ്ലോട്ട് എത്രയായിരുന്നു ബ്രോ? D2R ആണോ ഞാൻ നേരത്തെ കണ്ട ടീം?
D2R സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. D2R ടീം ഏതാണ് ബ്രോ? ഇത് ഏതാണ് D20 ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റുമായിരുന്നു. D2R അപ്പോൾ ടീം നമ്പർ 14 സർജി. ഓക്കെ, ഏതാ ടീം നമ്പർ 14 ആണ്. ടീം നമ്പർ 14 ആണ് D2R. ടീം നമ്പർ 14 എവിടെയാണ്? ടീം നമ്പർ 14 എവിടെയാണ്? 14 കളിക്കാനില്ലേ? ഉണ്ടോ? ടീം 14 കാണുന്നില്ലല്ലോ ഗൈസ്. അടി നടക്കുന്നു. ബ്ലാക്ക് ലിസ്റ്റ് അടിക്കുന്നു. ബ്ലാക്ക് ലിസ്റ്റ് GS കിൽമോങ്കർ അടിച്ച് നോക്കൗട്ട് ആക്കുന്നു. കിൽമോങ്കർ നോക്കൗട്ട് ആവുന്നു. കിൽമോങ്കറിൻ്റെ കില്ല് കൺഫേം ചെയ്യുന്നു. ബ്ലാക്ക് ലിസ്റ്റിൻ്റെ സ്നൈപ്പറാണെന്ന് തോന്നുന്നു. ബ്ലാക്ക് ലിസ്റ്റ് സ്നൈപ്പർ അടിച്ച് ടോക്സിക് ഒപ്പിയാണ് നോക്കൗട്ടൊക്കെ ഫിനിഷ് ആക്കിയത്. സോ എന്തായാലും അടുത്ത ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ നോക്കാം. കിൽമോങ്കറിൻ്റെ കില്ല് കൺഫേം ആക്കുന്നു. RDC ടീമായിട്ട് ഫൈറ്റ് RDC ടീം ആരുടെ ഫൈറ്റ് നടക്കുന്ന സ്നൈപ്പർ നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. അവിടെ സ്നൈപ്പർ ഇവിടെ റൈറ്റ് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ കിങ്സ്മാൻ ഉണ്ട് അവിടെ, എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. സോ ആർക്കാണ് കില്ല് കൺഫേം ആക്കി നോക്കിയാൽ നമ്മുടെ ടോക്സിക് കോപ്പിയാണ് നൈസായിട്ട് കാർണലിൽ വെച്ച് അടിച്ച് നോക്കൗട്ട് ഫിനിഷ് ആക്കിയിരുന്നത്. GS ടീമിൻ്റെ ഒരു പ്ലെയറിനെ അവർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് കില്ല് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ലിസ്റ്റ് ടീമാണ്. ബ്ലാക്ക് ലിസ്റ്റിന് ഫസ്റ്റ് കില്ല് വെച്ചിട്ടുണ്ട്. ടീം 14 എവിടെ? D2R സപ്പോർട്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. D2R സപ്പോർട്ടേഴ്സ് ഇവിടെ D2R ടീമിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. D2R ഗോസ്റ്റ് എല്ലാവരും എടുത്തിപ്പോൾ D2R ഗോസ്റ്റ്. അവിടെ BDK ഓക്സൺ വേഴ്സസ് BDK നടക്കുന്നുണ്ട്. BDKയുടെ ഒരു ഒറ്റ പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, ഫിനിഷ് ആക്കിയിട്ടുണ്ട്. B2R അവിടെ LSൻ്റെ സൈഡിലാണ്. അവിടെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഇവിടെ വേറെ 24-20 ചിലപ്പോൾ ഒരു ഫൈറ്റ് എടുത്തേക്കാം. RDC നാക്കൗട്ട് ടീം, RDCയുടെ IGയിലും RDC ഈവിലും എല്ലാം, പിന്നെ അതുപോലെ RDC ഡ്രില്ലർ ഇവിടെ നിൽപ്പുണ്ട്. ഓപ്പോസിറ്റ് ബ്ലാക്ക് ലിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. നൈസായിട്ട് കോമ്പാറ്റ് കിടപ്പുണ്ട്. അവിടെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ബ്ലാക്ക് ലിസ്റ്റ് ടീമാണ്. ബ്ലാക്ക് ലിസ്റ്റ് ടീം ഒരു കില്ല് കൺഫേം ചെയ്തു. സെക്കൻഡ് ഫസ്റ്റ് കില്ല് അവർ മാച്ചിൽ ഫസ്റ്റ് കിൽ തുടങ്ങി വെച്ചേക്കുന്നത് അവരാണ്. പക്ഷേ വീണ്ടും അടി നടക്കുന്നത് SQT ടീമായിട്ട് നടക്കുന്നത്. SQT ടീം വേഴ്സസ് ഇവിടെയാണ് നടക്കുന്നത്. FS ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. SQT ടീമിൻ്റെ ഫേസിൻ്റെ ഒരു പ്ലെയർ നോക്ക് ഔട്ടാണ്. ഡ്യൂക്കറാബി നോക്കൗട്ടാണ്. ഫ്യൂരിയും ഡോളിനുണ്ട്. ഫ്യൂരിയും ഡോളിനുണ്ട്. എയറോ ടീം കയറി വരാൻ ചാൻസ് ഉണ്ട്. എയറോയുടെ സ്പെക്ടർ സ്പെക്ടറേയും ബാക്കിയുള്ള പ്ലേയേഴ്സും കൂടെ കയറി പുഷ് ചെയ്യാനുള്ള പ്ലാൻ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം അവിടെ നടക്കുന്നത് എന്ത് സംഭവിക്കും. ബാക്കിയുള്ള ഫേസ് ലോളിന് കൊണ്ട് റിവ്യൂ കൊടുക്കുന്നുണ്ട്. റിവ്യൂ കൊടുക്കുമ്പോഴത്തേക്കും സ്പോട്ട് അടിക്കുന്നത്. സ്പോട്ടിനെ നോക്കൗട്ടാക്കാൻ നോക്കുന്നില്ല. സ്പോട്ട് നോക്കൗട്ടാക്കി ലോലിനെ നോക്കൗട്ടാക്കി ലോലിൻ്റെ കില്ല് കൺഫേം ചെയ്യുന്നു. പക്ഷേ ഫിയേഴ്സിൻ്റെ ബാക്കി പ്ലെയർ നിൽപ്പുണ്ട്. ഫിയേഴ്സ് ഡ്യൂക്കറോപ്പിക്കുന്നുണ്ട്. ഫ്യൂരി ഓപ്പി നോക്കൗട്ട് ചെയ്യുന്നു. ഒരു പ്ലെയറിൻ്റെ നോക്കൗട്ടാക്കി കില്ല് കൺഫേം ചെയ്താൽ നല്ലതായിരിക്കും. കില്ല് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അടിക്കുന്നു. അടുത്ത പ്ലെയറിനെ അടിക്കുന്നു. അടുത്ത പ്ലെയർ എയറോടെ അടുത്ത പ്ലെയർ നോക്കുന്നു. ഫ്യൂരി ഓപ്പി ഗെയിം പ്ലേ, നല്ല ഗെയിം പ്ലേ ആയിരുന്നു. ആ 2 കില്ലും കൺഫേം ചെയ്ത് 6 പോയിന്റ് കിട്ടും. കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ 2 കില്ല് കൺഫേം ആക്കുന്നു. പ്രതീക്ഷിക്കാതെ കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എയർ സ്മോക്കർ കയറി വന്ന് ബാക്കിയുള്ള 2 പ്ലേയേഴ്സിനെ കില്ല് കൺഫേം ആക്കുന്നു. അങ്ങനെ FS ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് വൈപ്പ് ആകുന്ന സ്കോഡ് FS ടീം മാറുന്നു. ഇവിടെ എയ്റോസ്പോർട്സിൻ്റെ കില്ല് കൺഫേം ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. തിരിച്ച് നമുക്ക് വീണ്ടും പോകാം. ടീം നമ്പർ 16 വേഴ്സസ് ടീം നമ്പർ 7 അടുത്തേക്ക് RDC ടീം വേഴ്സസ് ടീം നമ്പർ 7. നമുക്ക് ഇതിനൊക്കെ D2R ടീമിൻ്റെ പ്ലേസ് ചോദിച്ചു. D2R എവിടെയാണെന്ന് വെച്ചാൽ D2R LSൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. സോ D2R ഒരു സീനും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നോക്കിയാൽ ബ്ലാക്ക് ലിസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. RDC ടീം നോക്കാം. RDC വേഴ്സസ് ബ്ലാക്ക് ലിസ്റ്റ് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത വലിയ ദൂരം ഒന്നുമില്ല. അടുത്തടുത്ത് തന്നെ ഒരു ക്ലോസ് ഫൈറ്റിന് ഇപ്പം നടക്കും. ഒരു വലിയ ഫൈറ്റ് കുഴപ്പമില്ലാതെ തന്നെ ഇപ്പം പെട്ടെന്ന് നടക്കാൻ ചാൻസ് കൂടുതലാണ്. RDC വേഴ്സസ് ബ്ലാക്ക് ലിസ്റ്റേഴ്സ് നോക്കാം. RDC വേഴ്സസ് റെഡ് ടീം. RDC വേഴ്സസ് ബ്ലാക്ക് ലിസ്റ്റേഴ്സ് എവിടെയാണ് നടക്കുക നോക്കാം. RDC ഡ്രില്ലർ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. RDC ഡ്രില്ലർ ഫ്ലാങ്ക് ചെയ്ത് വരുമ്പോൾ സ്കള് അവിടെ നിൽപ്പുണ്ട്. സ്കളിൽ ഞാനിപ്പം അടിക്കാൻ ചാൻസ് ഉണ്ടോ, സ്കളിനെ അടിക്കാൻ ചാൻസ് ഉണ്ടോ നോക്കാം. സ്കളിന് അടിയിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. സ്കളിന് അടിയിട്ടാൻ ചാൻസ് ഞാൻ പറഞ്ഞു. സ്കളിന് അടിയിട്ടാൻ ചാൻസ് ഉണ്ട്. സ്കളിന് ലോ HP മാറിയിട്ടുണ്ട്. ഡ്രില്ലർ കയറി വന്ന് സ്കള് അറിഞ്ഞില്ല. സ്കളിന് നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. സ്കളിൻ്റെ ഹെൽത്ത് കിറ്റൊക്കെ ഉണ്ടോ? സ്കളിൻ്റെ 10 ബാൻഡേജ് ഉണ്ട്. സോ അവിടെ അടുത്ത അടി നടക്കുന്നു. അടി നടക്കുന്നില്ല, കുഴപ്പമില്ല. സോ ബ്ലാക്ക് ലിസ്റ്റേഴ്സിൻ്റെ ടോക്സിക്കും അതുപോലെ കിങ്സ്മാനും ഡ്രില്ലർ മൊളോട്ടോ റിസൾട്ട് ഉണ്ടാക്കില്ല. ജസ്റ്റ് മിസ് റിസൾട്ട് ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയതിനെ. വേറെ ഇഷ്യൂ ഒന്നും നടക്കുന്നില്ലല്ലോ. ആചാര്യപരിയാണ് D2R സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത്. സോ എന്തായാലും എല്ലാവർക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ലൈവിൽ വന്നിട്ടില്ലെങ്കിൽ ലൈവിൽ വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീമേറ്റിന് പറഞ്ഞു കൊടുക്കും. ഗ്രനേഡ് വരുന്നു. ആ ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കില്ല. ജസ്റ്റ് മിസ്. കുറച്ചും കൂടി റൈറ്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയതിനെ നോക്കായനെ. നല്ല നേടായിരുന്നു. നല്ല കുക്ക് ചെയ്തിട്ട് നേടായിരുന്നു. പക്ഷേ രക്ഷയില്ല. റിസൾട്ട് ഉണ്ടാക്കിയില്ല. നോക്കട്ടെ. നോക്കാം എന്തായാലും സംഭവിക്കുക. അടി നടക്കുമോ ഇല്ലെന്നുള്ളത് കണ്ട് തന്നെ അറിയട്ടെ. നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അടിക്കുന്നുണ്ട്. RDC ഡ്രില്ലറിനെ അടിച്ചു. കിങ്സ്മാൻ അടിച്ചു. നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കില്ല. പക്ഷേ കിങ്സ്മാൻ അടി വന്നു. RDC ഈവിൽ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കിങ്സ്മാൻ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. റെഡ് സ്കൾ എടുപ്പുണ്ട്. സ്കൾ അവിടെ റിവ്യൂ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്കൾ റിവ്യൂ എടുക്കുന്നത് അറിയില്ല എന്തായാലും. പക്ഷേ ഇവർ നല്ലൊരു സ്ട്രാറ്റജിയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. കാര്യം RDCയുടെ ഒരു പ്ലെയർ റൈറ്റും ഒരു പ്ലെയർ ലെഫ്റ്റും സ്കാമ്പ് ചെയ്തു. ഒരു പ്ലെയർ സെൻട്രലോട്ട് പുഷ് ചെയ്യുന്നു. ഒരു പ്ലെയറിനെ അടുത്ത പ്ലെയർ നോക്കണം. ബ്ലാക്ക് ലിസ്റ്റിന് അടുത്ത പ്ലെയർ നോക്കണം. മൂന്നാമത്തെ സ്കളിൽ നോക്കൗട്ട് ആകുന്നു. ബ്ലാക്ക് ലിസ്റ്റിന് ഒറ്റ പ്ലെയർ മാത്രമായിട്ട് മാറുന്നു. ഒറ്റ പ്ലെയർ എന്ത് ചെയ്യും? സ്നൈപ്പർ
അടിക്കുന്നത് M1 6 പിടിച്ച് നിൽപ്പുണ്ട്. പുള്ളിയുടെ കയ്യിൽ ഒരു ഹെൽമെറ്റ് പോലും ഇല്ല, ഒരു ലെവലും ഡാമേജ് വെസ്റ്റ് മാത്രമേ ഉള്ളൂ. ടീമിൽ ടോക്സിക്കിൻ്റെ കില്ല് അവിടെ ബ്ലാക്ക് ലിസ്റ്റിൻ്റെ കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് സ്നൈപ്പർ മാത്രമേ ഉള്ളൂ. സ്നൈപ്പറിനെ ബാക്കിൽ നിന്ന് അടിച്ച് അങ്ങനെ കില്ല് കൺഫേം ആക്കിയിരുന്നു. സോ എന്നാൽ കില്ല് കൺഫേം ആക്കി അവർ ഫിനിഷ് ആക്കിയിരിക്കുന്നു. മെലോൺ മോളിൽ നിന്ന് അടിക്കുന്നുണ്ട്. മെലോൺ 6x ഒക്കെ വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ഒറ്റയ്ക്കാണ് കയറിയിരിക്കുന്നത്. മോൺസ്റ്ററായിട്ട് ഒറ്റയ്ക്ക് ഷാരിഖ് ഖാൻ പോകും. മോൺസ്റ്ററായിട്ട് നിൽക്കുകയാണ്. വേറെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് എവിടെയാണെന്ന് നോക്കാം. അടുത്ത ഫൈറ്റ് എന്നിട്ടുണ്ട് ഫിനിഷ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫിയസ് ടീം ഫൈറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ അടിക്കുന്നുണ്ട്, അടിച്ച് ടാഗ് ആക്കിയിട്ടുണ്ട്. ടാഗ് കൊടുത്തിട്ടൊന്നല്ല, റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫിയസ് സ്പോർട്സ് ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ലിസ്റ്റേഴ്സ് ടീമിനെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. സ്പോർട്സിനെ ഓൾറെഡി വൈപ്പ് ആക്കിയിട്ടുണ്ട്. നേരത്തെ വൈപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 ടീം വൈപ്പ് ആയിട്ടുണ്ടായിരുന്നു. നോക്കാം വേറെ ഫൈറ്റ് ഉണ്ടെങ്കിൽ നടക്കാൻ ചാൻസ് ഉണ്ടോ നോക്കി. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീമിനെ നിങ്ങൾക്ക് കാണുമെങ്കിൽ നിങ്ങൾ പറയുക. ആർ ഡി സി സപ്പോർട്ട് ചെയ്ത് RDC ഹാപ്പി എത്തിയിട്ടുണ്ട്. ഇവിടെ വെനമെലോൺ ബ്രോ അടിക്കുന്നുണ്ട്. ആ വെനമെലോൺ അവിടെ നല്ല അടിക്കുന്നുണ്ട്. RDC ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി RDC ടീം എന്ത് ചെയ്യും എന്നുള്ളത്. RDC ടീമിനെ അടിക്കുന്നു. ടാഗ് ഒന്നും ആവുന്നില്ല. പുള്ളി ഇവിടെ നൈസായിട്ട് 6x നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഡ്രോപ്പ് എടുത്ത് ഇവിടെ ഒരു ഫൈറ്റ് ഇറക്കാൻ ചാൻസ് എനിക്ക് ഫ്ലെയർ ഡ്രോപ്പിന് അടുത്താണെന്ന് തോന്നുന്നു. ഫ്ലെയർ ഡ്രോപ്പാണോ അതോ ഫ്ലെയർ ഡ്രോപ്പ് അല്ലേ? എന്തോ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. ഡ്രോപ്പിനടുത്ത് 2 ടീമും ഉണ്ട്. ടീം 12 ആണുള്ളത്. ആകെ ഫ്ലെയർ ഡ്രോപ്പ് വിളിച്ച് കോൾ ചെയ്തിരിക്കുന്നത് ടീം 12 ആണെന്ന് കോൾ ചെയ്തിരിക്കുന്നത്. ടീം 12 ഫ്ലെയർ ഡ്രോപ്പ് കോൾ ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പിനകത്ത് AWM M24 ടീം ഓക്സൻ എലേവാണോ? ടീം ഓക്സൻ എലേവാണെന്നാണ് വിശ്വാസം. അതെ, ടീം ഓക്സൻ ടീം 10 മറ്റായിരുന്നു. അതെ, ടീം ഓക്സൻ എലേവാണ് ബ്രോ. ടീം എക്സിന് ഒരു കില്ലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കില്ലും ഉണ്ടായിരുന്നു. ഓക്സിന് വേറെ സീനൊന്നുമില്ല. ഇവിടെ ടീം 5 കൂടി കയറുന്ന ചാൻസ്. ടീം 12 ഒരു ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. T47 ടീം വേഴ്സസ് സാന്റ ടീമാണെന്ന് തോന്നുന്നു. സാന്റ ടീമാണെന്ന് തോന്നുന്നു. അതെ സാന്റ ടീമിൽ 2 പേര് മാത്രമേ ഉള്ളൂ. അത് 2 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് AWM M24 വെച്ച് തകർക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. AWM എടുത്തിട്ടില്ലേ? AWM എടുത്ത് M24 എടുത്തിട്ടുണ്ട്. സോ സെറ്റാണ്. AWM M24 ഒരാൾ AWM എടുത്തു, ഒരാൾ M24 എടുത്തു. സെറ്റായി നിൽക്കുന്നത് ടീം 5 അവിടെ വരുന്നു. ടീം 5 കയറി വന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കാര്യം 2 vs 4 സിറ്റുവേഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ട. എന്നാലും കുഴപ്പമൊന്നുമില്ല. കാര്യം M24 മതി 4 പേര് അടിക്കാൻ. ഇന്നലെ നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ MRX റൂമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് BMൻ്റെ ഒറ്റ പ്ലെയറും ഓപ്പോസിറ്റ് T11 3 പ്ലേയേഴ്സും എലേവായിരുന്നു. ഒരൊറ്റ M24 ആയിരുന്നു പുള്ളി. ഞാൻ ഒട്ടും ഡിസഡ്വാൻറ്റേജ് ആയിട്ടില്ല, ഒരു ലോ ഇതിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ പുള്ളി പക്കയായിട്ട് ആ ഫൈറ്റ് എടുത്തു. പക്കയായിട്ട് 4 പേര് അടിച്ച് വൈപ്പ് ചിക്കൻ കഴിച്ചു. അതുപോലെ എന്തായാലും എടുക്കാൻ ഔട്ട് നമ്പർ ഇടുന്നുണ്ട് കാര്യമില്ല. അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാൻ പറ്റും. M24 നല്ല കാരണമാണ്. 100 ബുള്ളറ്റ് മതി 4 പേര് ഇറങ്ങുന്ന സ്ക്വാഡിനെ തീർക്കാനായിട്ട്. എന്തായാലും അവിടെ ഫൈറ്റ് നടക്കുന്നില്ല, അവർ കയറുന്നില്ല. എന്തായാലും എന്തായാലും വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? വേറെ ഏതെങ്കിലും ടീമിനെ ഓക്സൻ ടീമിൻ്റെ ആൾ വന്നിട്ടുണ്ട്. ഓക്സൻ ടീമിനെ ഒന്ന് കാണിച്ചേക്കാം. ഓക്സൻ ടീമിൻ്റെ സ്മോക്കർ ഒക്ടോസ് റാംബോ സ്പെക്ടർ എല്ലാവരും ഇതുപോലെ ഷാൻ സാർ ഉയർന്നു പറഞ്ഞു നടക്കട്ടെ എന്നിപ്പോൾ ഉണ്ട്. അത് നോക്കാം എവിടെയെങ്കിലും ഫൈറ്റ് നടക്കും. വേറെ ഓക്സൻ ടീം എന്തായാലും കുഴപ്പമില്ല. അവർ കില്ലൊക്കെ എടുത്തുണ്ട്. KDK ഒറ്റ പ്ലെയർ ഉണ്ടായിരുന്നു. പുള്ളി ഫിനിഷ് ചെയ്തു. അങ്ങനെ ഒരു കില്ല് അവർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? BDKയുടെ അടുത്ത് BDKയുടെ ബാക്കി പ്ലേയേഴ്സ് കൂടെ ഉണ്ട്. ബാക്കി പ്ലേയേഴ്സ് കൂടെ വെനമെലോൺ ബ്രോഡ് അടുത്തോടാണ് പോകുന്നത്. വെനമെലോൺ ബ്രോഡ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. സീനില്ല. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. BDC ടീം ഇപ്പോൾ ഉണ്ട്. BDC ടീം സോണിലോട്ട് വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും ടീമുണ്ടോ? ടീം ഒന്ന് ഫൈറ്റ് ഏതെങ്കിലും ടീമിനെ കാണിക്കണമെങ്കിൽ ഇപ്പം പറയണം. ഇപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ സ്ട്രീമിന് 1 മിനിറ്റ് ഡിലേ ഉണ്ട്. എന്തായാലും ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഹായ് ഷാൻ ബ്രോ ടീം ഓക്സിൻ ഒന്ന് സ്പെക്കാക്കി ബ്രോ. ഞാൻ സ്പെക്കാക്കി. നിങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ സ്പെക്കാക്കില്ലേ? ഫൈറ്റ് ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഏതെങ്കിലും ടീമിനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ കാണിച്ചിരിക്കുന്നത് സ്പെക്കിന് ഒന്നും ഉണ്ടാക്കാം. സ്പെക്ട്രേ, ഒക്ടോസ്, റാംബോസ് ആൻഡ് സ്മോക്കർ എല്ലാവരും കൂടെ ഉണ്ട്. സ്പെക്കാക്കിയിരിക്കും. നിങ്ങൾ ഫൈറ്റ് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്പെക്കാക്കിയിരിക്കും. നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ ആരെ കമൻറ്റ് ചെയ്യാൻ എന്താ പറയുക മൈൻഡ് ആയിരിക്കില്ല. എല്ലാവരും കമൻറ്റും വായിക്കും. ഏതെങ്കിലും ഫൈറ്റ് ഇല്ലാത്ത സമയത്ത് ഉറപ്പായിട്ട് ഞാൻ കമൻറ്റ് കാണിക്കും. സോ എന്തായാലും വേറെ ഏതെങ്കിലും ടീമിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വേറെ ടീമിനൊന്നും കാണിക്കില്ല. ഓക്സൻ D2R ഞാൻ കാണിച്ചാൽ D2R ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. D2R ഇവിടെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. പുള്ളി എൽസാറിൽ നിന്നൊക്കെ വന്നപ്പോൾ ജംഗിയാൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട്. D2R നൈസായിട്ട് കട്ടയ്ക്ക് സർവേ ചെയ്യിക്കാണ്ട് D2R 4 പേര് പരിശീലകരാണ്. ഇങ്ങനെ ഇതൊക്കെ എപ്പോൾ ഉറങ്ങാനാണ്? ഗുഡ് ക്വസ്റ്റ്യൻ. എന്നാൽ ലൈവ് കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. D2R ആൽഫ ഐ ക്യാൻ ഡ്രോപ്പൻ D2R നൂക്കി ബോയ് ആൻഡ് ഗോസ് 4 പേരുണ്ട്. പുള്ളിയുടെ പേര് ഏക്കൻ ആർബിയൻ കൊള്ളാം, നല്ല പേര്. അപ്പോൾ പുള്ളി അവർ 4 പേരുണ്ട്. D2R ടീമിലുണ്ട്. സോ എന്തായാലും എല്ലാവരും ഇവിടെ പോകുന്നത് വേറെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഒറ്റയ്ക്കാണ്. വേറെ ഒറ്റയ്ക്ക് നിന്ന് നോക്കുന്ന ടീം 10 നേരെ നോക്കുന്ന ടീം 10 കണ്ടിട്ടുണ്ട്. ടീം 10 അടിക്കാൻ ചാൻസ് ഉണ്ടോ? നോക്കാം. മരിക്കുമോ ഇല്ല. BDK തഗ്ഗിനെയാണ് സ്മോക്ക് ചെയ്തിരിക്കുന്നത്. BDK തഗ്ഗിനെ കണ്ടിട്ടുണ്ടോ? അതോ എനിക്ക് കാണുന്നതാണെന്ന് അറിയില്ല. തന്നിട്ടില്ല. ഓറിക്സ് എന്ന് പറയുന്നത് ഗെയിമർ. ഓറിക്സ് ടീം നമ്പർ 3 ആണ്. ഓറിക്സ് ടീം നമ്പർ 3 പോകണോ? ടീം നമ്പർ 3 പോയി നോക്കാം. ഇവിടെ ഫൈറ്റ് നടക്കുമോ? അടിച്ചു ക്ലാസിക്കൽ എൻ്റെ മുത്ത് 6 AK 6 ഒക്കെ വെച്ച് അടിക്കുന്ന മുത്തുകൾ. ഓസം പെർഫോമൻസ്. ബട്ട്
ഇറ്റ് വാസ് സ്റ്റണ്ണിങ് മാൻ. സ്റ്റാൻഡോക്ക് മതിയായിരുന്നു സത്യം. അടിപ്പെട്ട് നടക്കും. പക്ഷേ ഒരു ക്വാളിഫയർ നടക്കുമ്പോഴത്തേക്കും പല ടീമും ഒരു സജഷൻ പറഞ്ഞു സാനോക്ക് വേണ്ട, നമുക്ക് ഇറാങ്കിലും മിനാമറും മതി. കാര്യം സാനോക്കിൽ ഒരു ക്വാളിഫയറിന് പറ്റിയ മാപ്പല്ല എന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും വേണ്ടിയിട്ട് എടുക്കണം. തഗ് അവിടെ നോക്കുന്നുണ്ട്, തഗ് അടിക്കുന്നു. DTR പ്ലീസ് ബൈ. DTRനെ കാണിച്ചു ബാജാറപടി ബ്രോയി. ഞാൻ DTRനെ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ ആവശ്യം ഈ പറഞ്ഞ വേറെ ഫൈറ്റ് നടക്കാത്ത സമയത്ത് ഉറപ്പായിട്ട് ഞാൻ എല്ലാ ടീമിനെയും കാണിക്കാം. എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ എന്തായാലും തീരുമാനമാവില്ല. DTRനെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. എന്നാൽ DTR ഇവിടെ നിൽപ്പുണ്ട്. DTRൻ്റെ ആൽഫ, എക്കൻ റോബിൻ, ആൻഡ് ന്യൂക്ക് ബോയ്, ആൻഡ് ആൽഫ, പിന്നെ അതുപോലെ ഗോസ്റ്റ് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. വേറെ സീനൊന്നുമില്ല. അവരുടെ അടുത്ത് ആരുമില്ല. ടീം ഓറിക്സിനെ കാണിക്കാം. ഓറിക്സിനെ കാണിച്ചിട്ടില്ല. ഓറിക്സ് ഒന്ന് കാണിക്കാം. ടീം 3 ആണ് ഓറിക്സിലോട്ട് പോയി നോക്കാം. ഓറിക്സ് താഴത്ത് ടീം 3 സോൺ ഔട്ടാണ്. സോൺ ഔട്ടിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത് BDCയുടെ പ്ലെയർ ഉണ്ട്. ഓറിക്സ് ജാങ്കോയുടെ അടുത്ത് BDCയുടെ ഒരു പ്ലെയർ ഉണ്ട്. ചിലപ്പോൾ അവിടെ നടന്നേക്കാൻ. ചിലപ്പോൾ നോക്കി നോക്കാം. BDCയുടെ പ്ലെയർ BDC റൈസ് ഉണ്ട്. BDCയുടെ റൈസ് നിൽപ്പുണ്ട്. BDC ടീമോടൊപ്പമുണ്ട്. ഓപ്പോസിറ്റ് തന്നെ ടീം 3 ഉണ്ട്. നോക്കി അവിടെ ഫൈറ്റ് നടക്കില്ല എന്നുള്ള കാര്യം നോക്കട്ടെ എന്ത് സംഭവിക്കും എന്നുള്ളത്. BDC റൈസ് നേരെ കയറി ടീം 3യുടെ അടുത്തോട്ടാണ് കയറി പോകുന്നത്. നോക്കി ടീം 3യുടെ അടുത്ത് തന്നെ ടീം 3 ഇല്ല വണ്ടി ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടീം 23 ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. BDC ടീം അടിക്കുന്നുണ്ട്. BDC ടീം നല്ല ലാഗില്ലാത്ത സ്ട്രീം ആൻഡ് കമൻട്രി എന്ന് വെച്ചാൽ എന്താണ് ബ്രോ? എന്താണ് സംബന്ധം ഉദ്ദേശിച്ചത് മനസ്സിലായി. സോ നോക്കി നോക്കാം. എന്തായാലും BDC എടുക്കുന്നുണ്ട്. BDC ഇപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഓറിക്സുമായിട്ട് ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ BDCയും അതുപോലെ ഓറിക്സുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വേറെ എന്താണ് സംഭവം നോക്കി നോക്കാം. ഓറിക്സ് ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. BDCയുടെ റൈസ് നൈസായിട്ട് BDC ടീം ഓഫം MRS ടീമിലെ നല്ല ടീമാണ്. MRS ആയിട്ട് റൂമിൽ കളിക്കുന്ന ടീമാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മുടെ എതിരായിരുന്നത്. എന്തായാലും ഇവർ ഓരോ നൈസായിട്ട് പോകുന്നു. ഫൈറ്റ് പിന്നെടുക്കാമെന്ന് വിചാരിച്ചായിരിക്കും പോയിരിക്കുന്നത്. വേറെ വിഷയം തന്നെ ഇല്ല. നല്ല ലാഗില്ലാത്ത കമ്പനി കളിയാക്കിയതാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്നറിയില്ല. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും താങ്ക് യു. ഞാൻ നല്ല രീതിയിൽ എടുക്കുന്നു. താങ്ക് യു ബ്രോ. എന്താണെന്ന് മനസ്സിലായില്ല ലാഗി ഇല്ലാത്ത കമൻട്രി എന്ന് ഉദ്ദേശിച്ചത്. അടുത്ത വേറെ എവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? നോക്കിയാൽ വേറെ അടുത്ത് ഫൈറ്റ് എടുക്കാമെന്ന് കാണുന്നില്ല. വേറെ DS ടീം എടുത്ത് ചിലപ്പം X/2 DS ഒരു ഫൈറ്റ് എടുത്തേക്കാം. നോക്കി നോക്കാം. DS ബിൽ എന്താ അവിടെ ഒരു ഗില്ലി സൂട്ടൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. നല്ല നടക്കുന്നുണ്ട്. പുറകെ കൂടെ X/2 ടീം സൈഡിൽ കൂടെ വരുന്നുണ്ട്. X/2 ടീം നൈസായിട്ട് D2R കട്ട സപ്പോർട്ടായിട്ട് അശ്വിൻ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ല എന്താ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ടീം 28 GS ടീമായിട്ട് ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. GS ടീം വേഴ്സസ് 23 ഫൈറ്റ് നടക്കും. അവരും അത് സൈഡ് വഴി പോയി. വേറെ ഫൈറ്റൊന്നും നടക്കുന്നില്ല. അവരും ഫൈറ്റ് ഒരു ഫൈറ്റൊന്നും എടുക്കുന്നില്ല. മോശം എന്താ ഫൈറ്റ് എടുക്കാത്ത? സോണായി പറഞ്ഞു. അടുത്ത ഫൈറ്റ് X/2 രാവണൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി നോക്കൗട്ടൊക്കെ ആയിരുന്നു. X/2 രാവണൻ എന്തിനാണ് നോക്കൗട്ടാക്കി? X/2 രാവണൻ എന്താ ഇവിടെ നോക്കൗട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുള്ളി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയാണ്ട് തോന്നുന്നു. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി നോക്കൗട്ടായി. ഒരാൾ എൻ്റെ പൊന്നെ 2 പേരേ ഉള്ളൂ. നിങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ എനിക്ക് വണ്ടി അങ്ങോട്ട് മറിഞ്ഞ് വീണെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ ഒരാൾ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ സംഭവിച്ചോടെ? ഇതൊന്ന് ലോഡായി വരുമോ? ലോഡായി വന്നാലേ അറിയാൻ പറ്റൂ. എന്താ സംഭവം? അതെ എനിക്കൊന്ന് ബൈക്ക് തലകുത്തി മറിഞ്ഞാണ്. ബൈക്ക് തലകുത്തി അഭ്യാസം കാണിച്ചപ്പോൾ ഒരാൾ നോക്കൗട്ട് ആയതാണ്. ഓക്കെ ഇതിനകത്ത് കറങ്ങിയൊരു അഭ്യാസം കാണിച്ചായിരിക്കും മിക്കവാറും. എന്തായാലും നോക്കൗട്ട് ആയിട്ടുണ്ട്. റിവൈവ് എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. സീനില്ല. എന്തായാലും വേറെ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? വേറെ ഫൈറ്റ് നടക്കാനായിട്ട് ഞാൻ കാണുന്നത് ഇവിടുത്തെ ഇനിയും ഫൈറ്റ് ഇനി അഭ്യാസം കാണിക്കാൻ പോകണം. അത് വണ്ടി എടുത്ത് പോകണം. ഓക്കെ വണ്ടി ദിവസം കാണിക്കുന്നില്ല. വണ്ടി എടുത്ത് പോകുന്നുണ്ട് മര്യാദയ്ക്ക്. കൊള്ളാം. എന്തായാലും കൊള്ളാം. എത്ര രണ്ടാമത്തെ സോൺ സ്റ്റാർട്ട് ചെയ്യാൻ 3 സെക്കൻഡ് മാത്രം ബാക്കി. സെക്കൻഡ് സോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫൈറ്റ് നടക്കാൻ ടീം 16 vs 17 നടക്കാൻ. ടീം വേഴ്സസ് ടീം 16 ഏതാണ്? ടീം 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDC ടീമായിട്ട് ഫൈറ്റ്. ടീം വേഴ്സസ് ടീം കമൻറ്റ് പടിപടിയാണെന്ന് പൈസ. ഓക്കെ സോ നോക്കാം. TN ഒരാൾ നോക്കൗട്ടാണ്. RDC വേഴ്സസ് TN ടീമാണ് നടക്കുന്നത്. TN അടുത്തോട്ട് പ്ലെയർ നോക്കൗട്ടാക്കി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. 3 പ്ലെയർ നോക്കൗട്ട്. ഒറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. ആ പ്ലെയർ എവിടെ? ഒറ്റ പ്ലെയറും കൂടെ മാത്രം ബാക്കി. ഒറ്റ പ്ലെയർ ജോൺ വിക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ജോൺ വിക്ക് എവിടെ പോയി? ജോൺ വിക്ക് ഇതാ വേറെ എവിടെ നിൽക്കുകയാണ്? വേറെ ഏതോ ദുനിയാവിൽ നിൽക്കുകയാണ്. പുള്ളി വണ്ടിയൊക്കെ എടുത്ത് വേറെ ഏതോ സ്ഥലത്ത് പോയിട്ടുണ്ട്. നേരെ കയറി ചെന്നിരിക്കുന്ന ടീം 21 എയറോ ടീമിൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ജോൺ വിക്ക് എയറോ ടീമിൻ്റെ ഒരാൾ ഫിനിഷ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എലൈവാണ്. സോ എന്തായാലും ജോൺ വിക്ക് എന്താണെന്ന് അറിയില്ല മാറിപ്പോയത്. എന്തായാലും കുഴപ്പമില്ല. നന്നായി മാറിയത്. അതുകൊണ്ട് ഒരു സർവേ ആകാൻ പറ്റിയിട്ടുണ്ട്. സർവേ ആക്കിയിട്ടുണ്ട്. വേറെ ഇഷ്യൂയൊന്നുമില്ല. എന്തായാലും ലൈവ് കണ്ടുപിടിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ടീം 22 അടുത്ത് ടീം 24 വരുന്നു. ടീം 24 DCR ടീം വേഴ്സസ് 22 ടീം 22 നിൽക്കുന്ന ടീം 22 വെനമെലോൺ ടീം ഒറ്റയ്ക്കാണ്. വെനമെലോൺ ടീം ഒറ്റയ്ക്ക് ഇന്ന് വെനമെലോണിൻ്റെ ബ്രോ ഒറ്റയ്ക്ക് ഹംഗറി ടീമിലെ ബ്രോ ഒറ്റയ്ക്ക് ഇന്ന് അടിക്കുകയാണ്. ഒറ്റയ്ക്ക് ആൻസറായിട്ട് കളിക്കുകയാണ്. സോ ഞാൻ പറയാം വെനമെലോൺ शारिक तांबरे ब्रो क्या करेगा शारिक तांबरे ब्रो? देखते हैं शारिक तांबरे ब्रो आगे बढ़ते हुए. शारिक तांबरे ब्रो शायद एक गाड़ी ढूंढ रहा होगा. गाड़ी ढूंढते शायद यहाँ इधर उधर दौड़ रहा है. शारिक तांबरे ब्रो एक
गाड़ी के ढूंढने के लिए पर ऑपोजिट है DCR टीम गाड़ी ढूंढ रही है नाइसली टेक्स कवर्स इन ए टावर देखते हैं क्या कर सकते हैं DCR टीम के साथ DCR टीम में 4 बंदे अभी भी अले हुए डाइस DCR हंडर DCR डेविल एंड R3G वरिक सो देखते हैं वेनमोलन ब्रो क्या कर सकते हैं 1 वर्सेस 4 क्लच ले सकते हैं या नहीं पर वेनमोलन ब्रो के पास है AKM और M416 है क्या वो 1 वर्सेस 4 क्लच कर सकते हैं या नहीं देखते हैं और DCR टीम के साथ वेनमोलन ब्रो के ഫൈറ്റ് ഓവറായ നെയ്ത്തു വേറെ എവിടെയും ഫൈറ്റ് നടക്കുന്നുണ്ടോ ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട് ആർ ഡി സി എന്ന് പറയുന്നുണ്ട് വേറെ എവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടോ വേറെ അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് എവിടെയായിരിക്കും അടുത്ത ഫൈറ്റ് ചാൻസ് ഉണ്ടാണ് അടുത്ത ഫൈറ്റ് എവിടെ ടീം 14 ചിലപ്പോൾ ഒരു ഫൈറ്റ് നടന്നേക്കാം D2 ടീമിലേക്ക് ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് D2 ടീമിൻ്റെ തൊട്ടടുത്ത് വേറെ ടീം 5 ഉണ്ട് ടീം 5 ആയിട്ട് ഫൈറ്റ് നടക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ചെറിയ ചാൻസ് ഇല്ല അതിൻ്റെ എക്സിക്യൂട്ടീവ് ടീം അവിടെ TN47 ലാസ്റ്റ് പ്ലെയർ ജോൺ വിക്കിനെ എക്സിക്യൂട്ടീവ് ടീം എയറോ ടീം അവിടെ ജോൺ വിക്കിനെ കണ്ടെത്തി ജോൺ വിക്കിനെ അടിച്ച് കൊന്നിട്ടുണ്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ടീം 12 മറുകയാറ്റ് അങ്ങനെ ആ ടീം കംപ്ലീറ്റ് വൈപ്പ് ആക്കിയിട്ടുണ്ട് ടീം നമ്പർ 14 12 സാൻഡ ടീമുമായിട്ടൊരു ഫൈറ്റ് നടക്കാൻ ഉണ്ട് സാൻഡ ടീം വേഴ്സസ് ടീം 14 D2 ആ ടീം ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് നോക്കാം ഫൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഈ സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ള എളുപ്പത്തിൽ കാര്യം പെട്ടെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോലെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മോട്ടിവേഷൻസ് ഒക്കെ അതിൻ്റെ സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് സപ്പോർട്ട് സ്ട്രീമർ സോ എന്തായാലും ഇവിടെ അടിക്കുന്നുണ്ട് D2 ടീം ഇവിടെ കയറി ഒന്ന് പുഷ് ചെയ്യാനുള്ള പ്ലാനാണോ എന്ന് ഡൗട്ട് ഇല്ലാണ്ടില്ല D2 ടീം നൈസിന് കൂടെ കയറുന്നത് പക്ഷേ ബാക്കി TN47 ടീം അടിക്കുന്നുണ്ട് D2 ഗോസ്റ്റ് നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട് എന്നാൽ D2 ടീം കൂടെ കയറി പുഷ് ചെയ്യുന്നു തോന്നുന്നു സാൻഡ ടീമിൽ രണ്ടുപേരോടെ ഉള്ളൂ പുഷ് ചെയ്യുന്നില്ല മലയാളം പറ ഹിന്ദിയാ DTR സ്പെക്കറോ D2R സ്പെക്ക് ചെയ്യുന്നത് D2 അതാണ് സ്പെക്ക് ചെയ്യുന്നത് D2R അതവിടെ നിൽക്കുന്നത് ഹിന്ദി പറഞ്ഞ ടീം നമ്പർ 22 പുള്ളി ഹിന്ദി പ്ലെയർ നോർത്ത് ഇന്ത്യൻ പ്ലെയറാണ് സോ പുള്ളിയെ കാണിക്കുമ്പോൾ നമ്മൾ ഹിന്ദിയിലും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ സോ D2 പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആചാരവെടി ബ്രോ ഞാൻ D2 പ്ലേയേഴ്സിനെ കാണിക്കുമ്പോഴൊന്നും ബ്രോ ഇല്ല ലൈവിൽ നിന്ന് പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കുമെന്ന് തോന്നുന്നു സോ എന്തായാലും സെയിം ടീം ഇവിടെ സാൻഡ ടീം നിൽപ്പുണ്ടോ TN47 ടീം ഇപ്പോൾ T47 ടീം ഇവിടെ പിന്നെ D2 ടീം ഇവിടെ നിൽപ്പുണ്ട് സോ എന്തായാലും ലൈവ് ആരും അങ്ങോട്ടോട്ട് മാറിപ്പോയത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്ലെയറിനെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും ആയിരിക്കും പിന്നെ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ കാണണം മലയാളത്തിൽ പോയി മലയാളത്തിൽ പറയണോ മലയാളത്തിൽ തന്നെ പറഞ്ഞ ബ്രോ മലയാളത്തിൽ പറയുന്ന കാര്യം ഇതാണ് ഞാൻ പറഞ്ഞില്ല അയ്യോ എൻ്റെ പിന്നെ 1 മിനിറ്റ് ഡിലേ ഉള്ളതുകൊണ്ടുള്ള കാര്യമാണ് ഈ പ്രശ്നം സോ ഒരു പ്ലെയർ അവിടെ RDC ടീം ഓക്സൺ റാം പറയുന്നു ഓക്സൺ ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു ഓക്സൺ ടീം RDC ആയിട്ട് ഫൈറ്റ് നടക്കുന്നത് RDC BDC ആയിട്ടാണ് ഫൈറ്റ് നടക്കുന്നത് ഓക്സൺ സ്മോക്കർ അവിടെ നിൽപ്പോൾ ഓക്സൺ റാമ്പോ സ്മോക്കറും കൂടെ നിൽപ്പോൾ അവിടെ നടിക്കുന്നുണ്ട് RDC ടീമിനാണ് അടിച്ചത് RDC ടീമിനെ ആരെ അടിച്ചത് RDC ടീമിൻ്റെ ഒരു പ്ലെയർ നോക്ക്ഡൗട്ടാണ് RDC ടീമിലോട്ട് പോയി നോക്കാം RDCയുടെ IGL നോക്ക്ഡൗട്ടാണ് IGLനെ നോക്കൗട്ട് ചെയ്ത് റിവ്യൂ എടുക്കാൻ പറ്റും റിവ്യൂ എടുത്തിട്ടുണ്ട് സോ റിവ്യൂ എടുത്തിട്ട് സീനില്ല സോ ഓക്സൺ ടീം വേഴ്സസ് RDC ടീം ഫൈറ്റ് നടക്കുന്നുണ്ട് RDC ടീം വേഴ്സസ് ഓക്സൺ ടീം ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം നോക്കി നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് ഇവിടെ തന്നെ ഇരിക്കാം ഓക്സൺ ടീം വേഴ്സസ് RDC ടീം ഫൈറ്റ് നടക്കുന്നില്ല അവരെല്ലാം ദൂരെ നിന്നുള്ള അടിയാണ് അടുത്തുള്ള അടികളൊന്നുമില്ല അടുത്തുള്ള അടി നടക്കാൻ TN47 വേഴ്സസ് 3 നടക്കാൻ ഒരു ചാൻസ് ഉണ്ട് 3 ടീം ORX വേഴ്സസ് TN47 T47 വേഴ്സസ് ORX ടീം നടക്കാൻ ചാൻസ് ഉണ്ട് അവിടെ അടിക്കുന്നുണ്ട് ചറപറ അടിയൊന്നും കൊള്ളുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മാഡ്ഫോർ TG അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട് സൈഫർ അത് വേറെ ഫൈറ്റ് ഐക്കോണിക്കായിട്ട് ഫൈറ്റ് എടുക്കുന്നത് എവിടെയാണ് ഐക്കോണിക് ഇവിടെയാണ് നടക്കുന്നത് കോമ്പൻസായിട്ട് ഫൈറ്റ് എടുക്കുന്നത് ഐക്കോണിക്ക് 2 പ്ലേയേഴ്സ് നോക്കൗട്ടാണ് ഐക്കോണിക്കിൻ്റെ 2 പ്ലെയർ മാത്രമേ ഇലേ ഉള്ളൂ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ അവിടെ ഫൈറ്റ് നടക്കുന്നു ഐക്കോണിക്കിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ട് അടുത്ത പ്ലെയർ നോക്കൗട്ട് ഒരു പ്ലെയറിൻ്റെ ഒരു കില്ല് കൺഫേം ആക്കുന്നു ആ കില്ല് 2 പ്ലെയറിൻ്റെ കില്ല് കൺഫേം 3ാമത്തെ പ്ലെയർ കില്ല് കൺഫേം ആകുന്നു സോ സെയിൻ മാത് അവിടുന്ന് TG ടീം നൈസായിട്ട് അടിക്കുന്നുണ്ട് എനിക്ക് മോർഫിൻ നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട് ആ കില്ല് കൺഫേം ആകുമെന്ന് ഡൗട്ടുണ്ട് അവിടെ അടിക്കുന്നുണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു ഓക്സനെയാണ് കാണിച്ചായിരുന്നു ബ്രോ ഓക്സനെ കാണിച്ചു മോർഫിൻ നൈസായിട്ട് കവർ എടുത്തുകൊണ്ട് പക്ഷേ വീണ്ടും അടിയിട്ടാൻ ചാൻസ് ഉണ്ട് നൈസായിട്ട് ഹെൽത്ത് എടുത്തിട്ട് ബാക്ക് വലിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇത് ഏത് ടീമാണ് ഇറോസ് ടീം ചറപറ അടിക്കുന്നുണ്ട് ഇറോസ് ടീം നോക്കി നിൽക്കുകയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാരിക്സ് നൈസായിട്ട് അടിക്കുന്നുണ്ട് ടാഗ് കിട്ടുന്നുണ്ട് നോക്കി അടിക്കുമോ ഇല്ല എന്നുള്ള അവർക്ക് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് 2 പേര് ഫിനിഷ് ആയ സ്ഥിതിക്ക് ഇനി പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പുഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നോക്കാം വെനമേലോടെ സ്വന്തമായിട്ട് എക്സ്പ്ലോഷൻ ചെയ്ത് ആത്മഹത്യ എന്ന് തോന്നുന്നു ഒറ്റയ്ക്ക് ഇത് കളിക്കാൻ വയ്യാന്ന് വിചാരിച്ചാൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വെനമേലോൺ ബ്രോ എന്ത് പറ്റി ബ്രോ ആത്മഹത്യ ചെയ്തായിരുന്നു സോ ഹീസ് കമ്മിറ്റഡ് സെയിം ഐക്കോണിക്ക് 2 പ്ലേയേഴ്സുടെ സെറ്റ് ഇവിടെ കിടക്കുകയാണ് അവർ പെട്ട അവസ്ഥയിലാണ് അവർക്ക് അനങ്ങാൻ പറ്റില്ല കട്ടയ്ക്ക് പറയുന്നതായിരിക്കും ഈ സ്മോക്കിട്ട് നൈസായിട്ട് ബാക്ക് വലിയുന്ന കുറച്ച് നേരം തീരുമാനമായിരിക്കും ബാക്ക് വലിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവർ എടുത്തവർക്ക് പോകാം പക്ഷേ ബാക്കിലോട്ട് സോൺ ഔട്ട് ആയി പോകുന്നുണ്ട് അതായത് 4ാമത്തെ സോണാണ് ഹെൽത്ത് കുറച്ച് കുറയും പക്ഷേ ഇതിനിടയ്ക്ക് ടീം 15 കറങ്ങി വന്നിരിക്കാൻ ടീം 15 കൂടെ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഫൈറ്റിൽ ടീം 15 ടീം 13 അറ്റൻഷൻ ഡൈവേർട്ട് ആകുന്ന സമയത്ത് അവർക്ക് ഇവിടെ രക്ഷപ്പെടണം വണ്ടിയില്ല അതുകൊണ്ട് ഇപ്പോഴേ ഓടി തുടങ്ങിയില്ലെങ്കിൽ സോൺ എത്തൂല്ല അവർക്ക് സോണിൽ പോകണമെങ്കിൽ എത്ര മീറ്റർ പോകണം സോണിൽ എത്തണമെങ്കിൽ ഇനിയും പോകണം എത്ര മീറ്റർ ഇവിടെ എക്സിക്യൂട്ടീവ് ടീം RDC ടീം വേഴ്സസ് എയറോ ടീം നടക്കുന്നത് 546 മീറ്റർ ഉണ്ട് എയറോ ടീം വേഴ്സസ് RDC ടീം നടക്കുന്നുണ്ട് BDC ടീം നടക്കുന്നുണ്ട് എയറോ ടീം വേഴ്സസ് RDC ടീം BDC വേഴ്സസ് RDC BDCയുടെ ഒരു പ്ലെയർ ഫിനിഷ് ആയിട്ടുണ്ട് BDCയുടെ ഒരു പ്ലെയർ RDCയുടെ ഒരു എയറോ ടീമിൻ്റെ ഒരു പ്ലെയർ ഫിനിഷ് ആയിട്ടുണ്ട് സോ ഇവിടെ നോക്കാം അടുത്താണ് BDC ടീം ഇവിടെ നിൽപ്പുണ്ട് BDCയുടെ ബാക്കി പ്ലേയേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്
ട്രക്ക് റേസ് എന്ന് പറയുന്നത് എക്സ്പൈറ്റിനോടെ കാൽ കീരി അടിച്ച് നോക്കൗട്ട് ആകുന്നു. നോക്കൗട്ട് ടീം 14 വന്നപ്പോൾ ടീം 14 ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. BDC ടീം കയറി പുഷ് ചെയ്യുന്നുണ്ട്. എയറോ ടീം 2 പേര് മാത്രം ബാക്കി. നോക്കി എയറോ ടീം എന്ത് ചെയ്യാൻ നോക്കുന്നില്ല. ബാക്കിൽ വേറെ അടി നടക്കുന്നു. ഇവിടെ D2R ടീം അടിയുന്നു. D2R ടീമായിട്ട് ടീം 15 അടി എടുക്കുന്നു. ടീം 15 D2R ടീമായിട്ട് നടക്കുന്നുണ്ട്. BDC ടീം നിൽപ്പുണ്ട്. സോ ചറപ്പറ അടി നടക്കുകയാണ്. ഇതാണ് വീണ്ടും മിരാമറിൻ്റെ കുഴപ്പം. ആദ്യം അടി നടക്കുന്നു. അവസാനം ചന്ന പിന്നെ 4 അടി അടിക്കുന്ന ഓക്സൻ്റെ GS ടീമാണ്. ഓക്സൻ ഐശ്വര്യ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണമെന്ന് അറിയില്ല. ഓക്സൻ സ്പെക്ടർ അടിച്ച് ഫിനിഷ് ആക്കിയ GS ടീം ഇവിടെ ഓക്സൻ ടീമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. ഇത് ഏതാ സ്ഥലം? ഇവിടെ നിൽക്കണം. COD ടീമാണ്. D2R ആൽഫ അടിച്ച് നോക്കൗട്ട് ആകുന്നു. GS ടീം നിൽക്കുന്നു. GS ടീം വേഴ്സസ് ഓക്സൻ ടീം നടക്കുന്നത്. ഓക്സൻ അടുത്ത് നോക്കാം. ട്രാക്സ് ക്ലിയർ ആക്കി വെച്ചോ ബ്രോ. പറയുമ്പോൾ സീൻ ആക്കാൻ ഡ്രക്ക് റേസ് ഓക്സനുമായിട്ട് നടക്കുന്ന ഡ്രക്ക് റേസ്. അവിടെ എനിക്ക് ഓക്സൻ ഒറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്സൻ്റെ സ്മോക്കർ മാത്രമേ ബാക്കിയുള്ളൂ. സ്മോക്കർ ഇടുന്നുണ്ട്. പക്ഷേ റിവൈറ്റ് പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എയറോ ഡൈനാമിക് DCR ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. DCR ടീമിന് എക്സ്പൈറ്റ് DS വില്ലിനോട് എക്സ്പൈറ്റ് അടിക്കുന്നുണ്ട്. സ്ട്രീം ഡിലേ നോട്ട് മൈ മിസ്റ്റേക്ക് സർ. ഓക്കെ, മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്ക്, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലോ. അവിടെ വേറെ ഒരു ടീമിനെ കൂടെ വൈപ്പായിരുന്നു. കാലിങ്ങനെ ഒറിക്സ് ടീമോട് പോകണ്ട. സോ നോക്കാം അവിടെ നിൽക്കാം. GS അസുര കയറുന്നു. GS അസുര 6x ക്ലോസ് റേഞ്ച് 6x അടിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. ക്ലോസ് റേഞ്ചിലൊക്കെ 6x അടിച്ചുകൊണ്ട് GS അസുര അടിക്കുന്നുണ്ട്. GS അസുര നല്ല ടാഗ് കൊടുത്തു. GS അസുര നല്ല അടിയായിരുന്നു. ഫിനിഷ് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കാൽ മോർഫീസ് നോക്കൗട്ട്. ഓക്സനോട് GS അസുര നോക്കൗട്ട് ആയിരുന്നു. സാൻഡ അവിടെ സ്പെയറിന് അടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഫൈറ്റ് മിസ്സാവും. ഓക്സൻ സ്മോക്കർ നൈസായി സോണാത്ത് കയറിയിട്ടുണ്ട്. RDC ടീമോടെ എയറോ ടീമിനെ എക്സ്പ്ലോഷനോടെ 2 പേരെ കില്ല് കൺഫേം ചെയ്തു. സാൻഡ വൈക്ക് അവിടെ ഫിനിക്സ് അവിടെ എനിക്ക് തോന്നുന്നു ഓറിക്സ് ടീം അടിക്കുന്നുണ്ട്. സാൻഡ വൈറ്റ് അടിക്കുന്നുണ്ട്. സാൻഡ ടീമിനെ അവിടെ ഓറിക്സ് ടീമിനെ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. സാൻഡ ടീമിനെ ഓറിക്സ് ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയതിൻ്റെ വിശ്വാസം. 2 പേരുണ്ട്. BDK ടീമോടെ IG ടീമിനെ അടിക്കുന്നുണ്ട്. ഏക്കൻ അടിക്കുന്നുണ്ട്. ഓക്സൻ സ്മോക്കർ നിൽപ്പുണ്ട്. ഓക്സൻ സ്മോക്കർ പ്ലേസ് മോർഫിൻ ആയിക്കോട്ടെ വീഴുന്നുണ്ട്. എൻ്റെ പൊന്നെ അവിടെ ഫിനിഷ് ആക്കിയോ? എന്താ സംഭവം? ഇവിടെ 3 കില്ല് കൺഫേം ആക്കി. എൻ്റെ മുന്നേ മുത്ത് സൂപ്പർ ഒറ്റയ്ക്ക് അടിച്ച് ഫിനിഷ് ആക്കിയെന്ന് തോന്നുന്നു. ഇറക്കയറോ ശ്രീ നോട്ട് മൈ മിസ്റ്റേക്ക്. എന്തായാലും ഫിനിഷ് ആയിരുന്നു. പ്ലേ സോണിലാണ് വീണ്ടും തോന്നുന്നത്. എന്തായാലും ഫിനിഷ് ആയിരുന്നു. കംപ്ലീറ്റ് വൈപ്പ് ആയിരുന്നു. വേറെ എവിടെ ഫൈറ്റ് നടന്നു. ചറപറ അടി നടന്നു. D2R ടീമിൻ്റെ അടുത്ത് പോകുന്നു. D2R ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് നടന്നുണ്ട്. D2R ടീമിൻ്റെ RDC ടീമിൻ്റെ അടുത്ത് പ്ലേ സോൺ DS വില്ലൻ വീഴുന്നുണ്ട്. D2R ടീം നിൽക്കുന്നുണ്ട്. RDC ടീമിൻ്റെ ഫൈറ്റ് നടക്കുന്നുണ്ട്. RDC ടീം എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്? RDC ടീം BDK ആയിട്ട് ഫൈറ്റ് നടക്കുന്നത്. എവിടെയൊക്കെയാണ് ഫൈറ്റ് നടക്കുന്നത്? മാൻ ഓക്കെ, ഇവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്. മാൽഫോ TG മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. മാൽഫോ TGയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമാണ്. എൻ്റെ മുന്നിൽ ഇതിലേക്ക് വേറെ D2R ടീം ഇവിടെ ആൽഫ അടിച്ച് ജാക്ക് ഫ്രോസ്റ്റിനെ അടിച്ച് നോക്കൗട്ട് ആക്കാൻ കോമ്പൻസ് BDK തഗ്ഗിനടിച്ചു. ഡ്രക്കർ ഡൈവമെൻറ്റ് ഇങ്ങനെ എവിടെയോ എവിടെയാണ് നടക്കുന്നത്? BDK വേഴ്സസ് D2R ട്രക്ക് റേസ്. ഇത് വേറെ എയറോസ് ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. അടിക്കുന്നുണ്ട്. BDK സോറോയ്ക്ക് ടാഗ് എടുത്തുണ്ട്. അവിടെ D2R ടീമിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ട്. 2ാമത്തെ പ്ലെയർ D2R ആൽഫ നോക്കൗട്ട് ആവുന്നു. D2R 3ാമത്തെ പ്ലെയർ അടിക്കാൻ പറ്റും. ഷാരിദ ഹായ് ബ്രോ. സോ KDK ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കുന്നു. T2 ടീം അവിടെ ടീം 4 അടിക്കുന്നുണ്ട്. TS ചെകുത്താൻ ഇവിടെ ഓറിക്സ് ടീം അടിക്കുന്നുണ്ട്. ഓറിക്സ് ടീമായിട്ട് TS ചെകുത്താൻ്റെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. DS ചെകുത്താൻ നോക്കൗട്ട്. GS ചെകുത്താൻ ഇങ്ങ് ദൂരെയല്ലേ? അറിയില്ല, അടുത്താണ്. GS ചെകുത്താൻ നോക്കൗട്ട് ആയിരുന്നു. DS ടീമിൻ്റെ പ്ലേയേഴ്സ് DS ചെകുത്താൻ നോക്കൗട്ട് ആയിരുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ടീം 5 ആയിട്ട് ഫൈറ്റ്. ടീം 5 വേഴ്സസ് ടീം 13 ഫൈറ്റ് നടക്കുന്നു. ടീം 47 ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു. ഡൊഹാൻ വൈറ്റ് അവിടെ കളിക്കുന്നു. ടീം 13 ഫൈറ്റ് നടക്കുന്നു. 13 ഫൈറ്റ് നടക്കുന്നു. BDK സോറോട് അത് നേരത്തെ അടിയല്ലേ മാൻ. സോ ഇവിടെ ടീം 3 പോകുന്നുണ്ട്. ടീം 47 നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഇറോസ് ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു. ടീം 47 വേഴ്സസ് ഇറോസായിട്ട് നടക്കുന്നുണ്ട്. ട്രക്കാറീസ് എന്ന് പറഞ്ഞാൽ ട്രക്കാറീസ് ഏത് ടീമാണ്? എനിക്ക് പേര് മനസ്സിലായില്ല കേട്ടോ. എന്തായാലും ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സോണിലോട്ട് കയറുന്ന ഒരു സീനാണ്. BDC ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു. RDC BDC ആയിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. എക്കൻ ടീം ഇവിടെ COD ടീം നിൽപ്പുണ്ട്. എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ചുറ്റും കൂടി അടിക്കുന്നുണ്ട്. ചറപറ അടി വരുന്നു. ടീം 4 വേഴ്സസ് 5 വേഴ്സസ് 3 വേഴ്സസ് 5 വേഴ്സസ് 13 ടീം 13 അങ്ങനെ കംപ്ലീറ്റ്. ടീം 47 തീർത്തിട്ടുണ്ട്. എറോസ് ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. ടീം 5 എന്നാലും സോണാത്താണ്. എറോസ് ഹൾക്കിനെ TN 47 അടിച്ചിട്ടുണ്ട്. എറോസ് ഹൾക്കിനെ അടിച്ച് നോക്കൗട്ട് ആക്കിയിരുന്നു. T47 ആണ്. T47 അടിച്ച് ഫിനിഷ് ആക്കി. ടീം 3 അപ്പുറത്ത് ഓറിക്സ് ടീം ഓടിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് BDC കർമ്മ അവിടെ സോണി വീഴുന്നുണ്ട്. COD ടീം അവിടെ ഓടിക്കുന്നുണ്ട്. COD ടീം അവിടെ ആരാണ്? COD പ്രൈസ് അവിടെ D2R നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. D2R നോക്കൗട്ട് ആക്കിയതിനിടയ്ക്ക് D2R ടീം എവിടെ നിന്ന് കയറി വരുന്നു? D2R ടീം എവിടെ നിന്നാണ് വന്നാൽ 6 ടീം 18 പ്ലേയേഴ്സ് വിലയും ഉണ്ട്. പലരും സോണ് വീഴാണ്. പ്ലേ സോൺ വീഴുന്നത്. എനിക്കൊന്ന് BDC ടീം പ്ലേ സോണിൽ തീരുന്ന കഷ്ടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ T47 ടീം ഇവിടെ സ്പെയർ ടീമുണ്ട്. സോ 5 ടീം 16 പ്ലേയേഴ്സ് പോലെ 5 ടീം 16 പ്ലേയേഴ്സ്. D2Rൻ്റെ ഗോസ് നോക്കൗട്ട് ആയിരുന്നു. DS ചെകുത്താൻ നോക്കൗട്ട് ആവുന്നു. DS ചെകുത്താൻ എവിടെയാണ് ഇവരുടെ ഇത് അടി നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. സോ അതായത് 5 ടീം 16 പ്ലേയേഴ്സ് ഉണ്ട്. അത്രമാത്രം ഞാൻ പറയാം. 15 ടീം 16 പ്ലേയേഴ്സും ചെകുത്താൻ DSൻ്റെ ഒറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. DSൻ്റെ ചെകുത്താൻ റിവൈവ് ഒക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടീം 18 ഉണ്ട്. ടീം നമ്പർ 11 ഉണ്ട്. ടീം 3 ഉണ്ട്. അതുപോലെ തന്നെ ടീം നമ്പർ 4 ഉണ്ട്. ടീം 5 ഉണ്ട്. സോ അങ്ങനെ 5 ടീമുണ്ട്. സോ ഓറിക്സ് ടീം കൂടി കയറി പുഷ് ചെയ്യുന്നു. ഓറിക്സ് ടീം COD ടാങ്കിനോട് T47 നോക്കൗട്ട് ആകുന്നു. ടീം 3
ടി എസ് ടീമായിട്ട് ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഓറിക്സ് ടീം വേഴ്സസ് ഡി എസ് ടീം ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നോക്കട്ടെ. ഓറിക്സ് ടീം വേഴ്സസ് ടീം ഓഫ് 3 ഒരു ഫൈറ്റ് നടക്കുന്നത്. അവർക്ക് ഒരു പുഷ് ചെയ്യുമ്പോഴത്തേക്ക് റിവൈവ് എടുത്ത കാര്യം അറിയില്ല. അവിടെ അടിക്കുന്നുണ്ട്, താഴെയുള്ള പ്ലെയറിനെ അടിക്കുന്നു. പക്ഷേ മുകളിലോട്ട് വന്ന് അടിക്കുന്ന കാര്യം അറിയുന്നില്ല. മുകളിൽ ജോഹാൻ വൈറ്റ് അടിക്കുന്നുണ്ട്. ഓറിക്സ് ജാങ്ക് അടിച്ച് ടി എസ് ചെകുത്താൻ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഓറിക്സിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ട്. ഓറിക്സ് 3 വേഴ്സസ് 3 സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. അവിടെ അടിക്കുന്നു ഫോണിക്സ് ഓപ്റ്റിക് വൈറ്റിക്കിനെ നോക്കൗട്ട് ആയിരുന്നു. ഓറിക്സിന് അടുത്ത പ്ലെയർ നോക്കൗട്ട് ആവുന്നു. 2 പ്ലെയർ മാത്രം ബാക്കി. നോക്കാം 2 പ്ലെയർ എന്ത് ചെയ്യാൻ പറ്റുന്നു. വേപ്പറും അതുപോലെ സ്പാർക്ക് മാത്രം ബാക്കി. ഓറിക്സ് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. വെപ്പൺ ഇൻവേഡ് സ്പാർക്ക് മാത്രം ബാക്കി. റിവൈവ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്ന് T47 ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട്. അവിടെ ഓയസ് ഡി എസ് ടീമിന് ഒരു പ്ലെയറിനെ നോക്കൗട്ട് ആക്കിയിട്ട് എൻ്റെ പൊന്നെ അടിപൊളി. ഓയസ് ജാങ്കോയുടെ കില്ല് കൺഫേം ആക്കിയിട്ട് പുറകെ നിന്ന് അടിച്ചിട്ടുണ്ട്. വേപ്പർ ഇൻവേഡ് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ജോഹാൻ വൈറ്റ് ഗ്ലിച്ചിൻ്റെ നോക്കൗട്ട് ആകുന്നുണ്ട്. ഡി എസ് ചെകുത്താൻ നൈസായിട്ട് കറങ്ങി വന്നിരിക്കാനുള്ള പ്ലാനാണ്. ജി എസ് ചെകുത്താനോട്ട് പോകുന്നു. ഡി എസ് ചെകുത്താൻ കറങ്ങി വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. എന്തായാലും ഓറിക്സ് ടീമിന് കാണാൻ പറ്റും. സ്പെയിൻ്റെ സ്പാർക്സിന് കാണാൻ പറ്റും. അടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ കില്ല് എന്തായാലും കൺഫേം ആക്കിയിട്ടുണ്ട്. അടിക്കുന്നുണ്ട്. അടിച്ച് ഫിനിഷ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ ആ ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഡി എസ് ടീമിനെ കംപ്ലീറ്റ്ലി ഓറിക്സ് ടീമിനെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കിൽ T47 ഒരു സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയാൻ. സോ T47 4 ടീം മാത്രമേ. T47 COD വേഴ്സസ് ഓക്സൺ. ചാൻസ് സാർ കമൻട്രി ഓപ്പ് ചെയ്യുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. സോ ഓക്സൻ്റെ ഒറ്റ പ്ലേസ് COD പ്രൈസ് വണ്ടി ചാടി ചാൻസ് സാർ കമൻട്രി ഓഫ്. താങ്ക് യു. സോ എന്തായാലും COD പ്രൈസ് വണ്ടി ചാടിയൊക്കെ ഇറങ്ങി നോക്കൗട്ടായിട്ട് T47 എൻ്റെ പൊന്നെ COD ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കി എന്ന് വേണം പറയാൻ. സോൺ ഔട്ട് ആണെന്ന് തോന്നുന്നു. സോൺ ഔട്ട് ആയിട്ട് സോൺ ഔട്ടായിട്ട് അവരെല്ലാം ഫിനിഷ് ആയിരുന്നു. T47 ടീമിനെ നോക്കിയാൽ 3 ടീം മാത്രമേ ഉള്ളൂ. സോ 2 ടീം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ടീം TN കഴിഞ്ഞു. TN എന്ന് പറഞ്ഞ് ഇതാണോ ബ്രോ എന്നറിയില്ല. എന്നാലും DS ടീമും അതുപോലെ തന്നെ ഇവർ മാത്രമേ ഉള്ളൂ. DS ടീം വേഴ്സസ് T47 ടീം മാത്രമേ ഉള്ളൂ. DS ടീം വേഴ്സസ് T47 ടീമിൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. നോക്കി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. T47 ടീമിൻ്റെ കംപ്ലീറ്റ്ലി അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മുത്തേ ഓസം പെർഫോമൻസ് ഒന്നും പറയാനില്ല. കട്ടക്കളി എന്ന് പറഞ്ഞാൽ ഇതാണ് കട്ടക്കളി. ഓ വാ എടുക്കാൻ അടച്ചിട്ട് സമയം കിട്ടിയിട്ട് അത്ര മാത്രം സംസാരിച്ചു. എന്തായാലും നല്ല മാച്ചായിരുന്നു. എന്തായാലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോയിട്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. 340 നോക്കിയാൽ 6, 8, 9 കിലോ എടുത്തിട്ടുണ്ട്. DS ടീം നോക്കിയാൽ 6, 3, 6, 8 അവർ 8 കിലോ എടുത്തിട്ടുണ്ട്. ഓക്സൺ ടീം നോക്കി ഓക്സൺ ടീം 4 കിലോ എടുത്തിട്ടുണ്ട്. COD ടീം നോക്കി COD ടീം 1 കിലോ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെയുള്ള ടീം 5 ഓറിക്സ് ടീമാണ്. ഓറിക്സ് ടീമിന് 2 കിലോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. D2R ടീമിന് ഒരു 4 കിലോ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 7 BDC ടീമാണ്. BDC ടീമിന് 2 കിലോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഏതാണ് ടീം എന്ന് നോക്കിയാൽ ഹീറോസ് ടീമാണ്. ഹീറോസ് ടീമിന് 1 കില്ലാണ് എടുക്കാൻ പറ്റിയിട്ടില്ല, 3 കിലോ എടുക്കാൻ പറ്റും ഹീറോസ് ടീമിന്. പിന്നെ ഉള്ളത് TG ടീം ടോട്ടൽ 4 കിലോ എടുത്തിട്ടുണ്ട്. RDC ടീമാണെന്ന് തോന്നുന്നു. RDCയുടെ ഈവിൾ ആണെന്ന് തോന്നുന്നത് MVP. കാര്യം ഇത്രയും കില്ല് വേറെ ആരും കണ്ടിട്ടില്ല. MVP എടുത്തിട്ടുണ്ട്. ടോട്ടൽ 11 കില്ലാണ് RDC ടീം എടുത്തത്. സൂപ്പർ, എക്സലൻറ്റ് മാൻ, എക്സലൻറ്റ് അടിപൊളി. BDK ടീം ടോട്ടൽ 3 കിലോ എടുത്തിട്ടുണ്ട്. BDK ടീം 3 കിലോ എടുത്തിട്ടുണ്ട്. ഖാൽ ടീമിന് എത്ര കിലോ എടുക്കാൻ പറ്റും? ഖാൽ ടീം കില്ലൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. IG ടീമിന് 2 കിലോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. GS ടീം ടോട്ടൽ 3 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഐക്കോണിക് ടീമാണ്. ഐക്കോണിക് ടീമിന് 1 കിലോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഐക്കോണിക് ടീം 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഐക്കോണിക് ടീമിനാണ് പറഞ്ഞത്. അത് സാൻഡ ടീമാണ്. സാൻഡ ടീം 1 കിലോ എടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് എയ്റോ ടീമാണ്. എയ്റോ ടീം ടോട്ടൽ 6 കിലോ എടുത്തിട്ടുണ്ട്. DCR ടീമിന് കിലോ എടുക്കാൻ സാധിച്ചിട്ടില്ല. എക്സ്പെക്ട് ടീമിന് കിലോ എടുക്കാൻ സാധിച്ചിട്ടില്ല. വെലമെനോർക്ക് കിലോ എടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് TN ടീം ഇതാണോ? TN ടീം ആദ്യമേ TN ടീം 1 കിലോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ബ്ലാക്ക് ലിസ്റ്റ് ടീമിന് 1 കിലോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫിയേഴ്സിൻ്റെ സ്പോർട്സിന് 1 കിലോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചിക്കൻ ഡിന്നർ കൊണ്ടുവരുന്ന TN47 ടീമാണ്. എന്തായാലും MVP വന്നിരിക്കുന്നത് എൻ്റെ പൊന്നെ ഒപ്പിക്കും. MVP എനിക്ക് തോന്നുന്നു MVP ഇന്നത്തെ MVP 6 കിലോ എടുത്ത ആ പുള്ളി ഏത് പുള്ളിയാണ് MVP എടുത്തിരിക്കുന്നത്? 10ാമത്തെ പൊസിഷൻ നിൽക്കുന്ന പുള്ളിയാണ്. 10ാമത്തെ RDCയുടെ ഈ വിളായിരിക്കും MVP. 6 കിലോ വേറെ ആർക്കില്ല. എന്നാൽ ലൈവ് കണ്ടിട്ട് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എന്തായാലും ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയാൽ നമുക്കിനി അടുത്ത ടീം ഗ്രൂപ്പ് ബിയുടെ മാച്ച് ഉണ്ട് 6:30. ആ സമയത്ത് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ പറയാൻ സമയത്ത് SRA സൈനിങ് ഓഫ് ഫ്രം SRA ഗെയിമിംഗ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈജീൻ. താങ്ക് യു വെരി വെരി മച്ച്.